ഒരു സാധനം കാണിച്ചു തരട്ടാ. ഞാൻ ഒരു സാധനം കാണിച്ചു തരട്ടാ. നോക്ക് മക്കളെ, നോക്ക്. ഇതെന്തുവാ? ഇതാണ് വിഴിഞ്ഞം ഷിപ്പ്യാർഡ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കാണാനേ പറ്റുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ വരാൻ പറ്റൂന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ കൂടെ പോകുമ്പോ കാണിച്ചു തരാമേ. ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ കാണാൻ പറ്റുന്നു. കടലിലൊക്കെ പോണമെന്നുണ്ട്. മമ്മിയുണ്ട്, എൻ്റെ അനിയനുണ്ട്, പപ്പ അപ്പുറത്തെ സൈഡിലുണ്ട്. അയ്യോ, നല്ല കാറ്റിവിടെ. ഇത്രയും നല്ല സ്ഥലം കിടക്കുമ്പോഴാണ് സ്ഥലം ഇല്ലേ, കാണാനില്ലേ. ഗൈസ്, നിങ്ങൾ ആഴിമല വന്നിട്ടുണ്ടോ? എൻ്റെ തിരുവനന്തപുരം സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും. ഓക്കേ, നമ്മൾ കടൽ കാണാൻ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഷിപ്പ്യാർഡിൽ പോയല്ലോ, അവിടെ ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പക്ഷെ ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങ് വന്ന്. എൻ്റെ 19ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക് ഞാനും വിഭജികയും കൂടെ ഇവിടെ വന്നാണ് ഫോട്ടോ ഷൂട്ട് ചെയ്തത്. ലതൻ ചേട്ടനാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തന്നത്. അവിടെ എന്തുവാ? അവിടെ എന്തോ ഉണ്ട് ഗൈസ്. കടല് കണ്ടോ കണ്ടോ, കടല് കണ്ടിട്ട് നാളായി. അയ്യോ, നല്ല കാറ്റ്. നല്ല കാറ്റ്, നല്ല കാറ്റ്. ഞാൻ എൻ്റെ നല്ലവനായ അനിയൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ എടുത്ത് തരൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വ്ളോഗ് തന്നെ എടുക്കാം. അവിടെ ഭയങ്കര തിരക്കായിരിക്കും, നമുക്കിവിടെ പോകാം. ഇതെവിടെ പോണത്? നടന്ന് നടന്ന് എങ്ങോട്ട് പോണ്? കടലമ്മ കൊണ്ടുപോകും. ഇങ്ങോട്ട് വാ. അഴകിയായി കണ്ണാടി കാറ്റിന്റെ. അവിടെ കുതിര, ഇവിടെ കുതിര. ആ കുതിര. തൊടാൻ ഞാൻ സമ്മതിക്കൂല, എന്റെ ചെരുപ്പ് പൊട്ടിപ്പോവും. കടലിന്റെ തിരയുടെ നല്ല ശബ്ദമുണ്ട്. പണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞായറാഴ്ചകളിൽ വരുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അങ്ങനെ വരാത്തത്. കേൾക്കുന്നുണ്ടോ എന്തോ എന്തെങ്കിലും പറയണത്? ഓക്കെ, അപ്പം പണ്ട് വരുമായിരുന്നു. ഇപ്പോഴാണ് കുറെ ദിവസമായിട്ട് വരാത്തത്. ഇന്ന് വന്നപ്പോ നല്ല രസമുണ്ട്. മമ്മിയും ഉണ്ണിയും. ചാർജ് ഇല്ല, 44% ഉണ്ട്. നമ്മൾ തീരണത് വരെ എടുക്കും. ഓക്കെ, തിരക്കുണ്ട്, ആൾക്കാരുണ്ട്. ചെറിയ തിരക്ക്, വലിയ തിരക്കില്ല. അവിടെയാണ് ആഴിമല. അവിടെ ഇല്ലേ ആഴിമല? അവിടെ എവിടെയാണ് തന്നെ അപ്പുറത്താണ് ആഴിമല. അതുകൊണ്ട് ശിവന്റെ, അയ്യോ സോറി, അവിടെ ശിവന്റെ. അതുകൊണ്ട് അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതാണ് സോമതീരം, അത് ആഴിമല, ഇത് സോമതീരം. അങ്ങനെ എന്തൊക്കെയോ ആണ്. നോക്കാം. അവിടെ കുതിര നിൽക്കുന്ന കണ്ടായിരുന്ന? എന്റെ പപ്പയാണ് ദോ പോണത്. ദോ നിൽക്കുന്ന കുതിര.
അത് സോമതീരമാ. അപ്പൊ ഇത് ആഴിമല, ഇത് സോമതീരം. ഓക്കെ. എങ്ങനെ വന്നത്, എങ്ങനെ ഇരിക്കണത് ഇപ്പം തലമുടി നോക്ക്. ഇതിലല്ല, ഇതില് സെൽഫി. ഓക്കെ കൂൾ, ബൈ ബൈ. ആരാന്തോ ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. അവരെ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചോണ്ട്. ആണാണ്, ബൈ. എനിക്ക് അറിഞ്ഞൂടാ അവരാരും. കൊള്ളാമോ? ഞാൻ പോലും ഇതുവരെ വെള്ളം നനച്ചില്ല. എനിക്ക് ഭയങ്കര കളി. കമോൺ മതി, വാ. പപ്പ വണ്ടിയിൽ കയറ്റില്ല വെള്ളം നനച്ചോണ്ട് പോയ. ഞാനിപ്പൊ പോണ സ്ഥലങ്ങളിലെല്ലാം ഇതിനെ കാണയാണ്. നോക്ക്, താറ് കിടക്കണത്. ഇവിടെ എന്റെ ഫേവറേറ്റ് വണ്ടി. ഫേവറേറ്റ് മീൻസ് എനിക്ക് കാർ ഇഷ്ടമില്ല ഗൈസ്. ഈ സാധനം ഇപ്പൊ ചെറുതായിട്ട് ഇഷ്ടമുണ്ട്. കാരണം ഞാൻ എവിടെ പോയാലും ഈ സാധനത്തിന് ഇപ്പൊ കാണുന്നുണ്ട്. സ്റ്റൈല് നോക്ക്, ബ്ലാക്ക് സെറ്റ് തന്നെ. ഞങ്ങൾ വന്നപ്പോഴേ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലായിരുന്നു. അപ്പം വഴിയിൽ നിന്നൊരു അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ഥലം ഉണ്ടാകും. അപ്പം പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ മുകളിൽ വന്നു, അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റൂമൊക്കെ ഒഴിഞ്ഞു വന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. രണ്ടിനെയും കുറേ ദിവസത്തിന് ശേഷമാണ് ചോറ് പാത്രം. ബാക്കി കൂട്ടാനൊക്കെ എന്തി? മീൻകറി, തൈര്, തൈരുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ കഴിച്ചിട്ട് വരാം. അയ്യോ, ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഗൈസ്. മമ്മിക്ക് നാളെ ഇവിടെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം കേട്ട വോയിസ് എൻ്റെ അനിയൻ്റെ ആണ്. അവൻ്റെ ഒരു തുമ്പെങ്കിലും ഇതിൽ വന്നാൽ ഈ വീഡിയോ ഡിലീറ്റ് ആക്കിപ്പിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം ഈ ക്ലിപ്പ് ഇട്ടില്ല എന്നുണ്ട്. ദോ വന്ന് കയറി ഫ്രെയിമിൽ. സത്യം പറഞ്ഞാൽ അവൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കും കേട്ടാ. പണ്ടൊരു ദിവസം അവൻ്റെ കൂടെ ഉള്ള ഒരു വീഡിയോ എനിക്ക് ഒരു 20,000 എബോ ഷോർട്സിൽ വ്യൂസ് വന്നു. അതിനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച മോനാണ്. അതുകൊണ്ടിട്ട് അവൻ്റെ ഒരു തുമ്പ് പോലും കാണിക്കാൻ പറ്റൂല. ഈ വീഡിയോ അവൻ കാണാതിരുന്ന കൊള്ളാം. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. പയ്യെ കത്തിരുവപ്പ. കപ്പിൾ തിങ്സ്. ഞാൻ കരിഞ്ഞ്. അതാ ഇനി ക്യാമറയുടെ സെറ്റിങ്സിന്റെ പ്രശ്നമാണ്. പോണില്ലേ? പോണ്ടേ? പോണില്ലേ പപ്പ? ഇന്ന് വീട്ടിൽ പോകുന്നു തോന്നണില്ല. ഇവിടെ തന്നെ ഇരിക്കും. ശുഭനിദ്ര, സുഖനിദ്ര. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ വന്നിരിക്കണം. നല്ല രസമാണ്. മമ്മീനെയും പപ്പേനെയൊക്കെ വിളിച്ചോണ്ട് ഇതേപോലെയൊക്കെ വന്നിരിക്കണം കേട്ടോ. ഇതെന്റെ മമ്മിയുടെ തലമുടി. അങ്ങോട്ട് മാറി. കരിഞ്ഞു പോയി ഞാൻ. എങ്ങനെ വന്ന ഞാൻ എങ്ങനെ ഇരിക്കണം? എന്റെ കണ്ടില്ല. മമ്മിയല്ലേ നേരത്തെ പോയത് കടലില്?
വേണ്ട പപ്പ ഇതിനെ വിളിച്ചോണ്ട് നമുക്ക് പോവാം വാ. ഗൈസ് ഞാൻ ഫോൺ തിരിച്ചാൽ നമുക്ക് കടലാണ്. കടലിന്റെ വ്യൂ കണ്ടിങ്ങനെ കിടക്കാൻ എന്ത് സുഖമാണെന്ന് അറിയാമോ? ഇതാ ഒരു തല. ഫ്ലൈറ്റ് വന്നിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ഇന്ന് ഞാൻ എഡിറ്റ് ആക്കി ഇടും. പ്ലെയിന് കണ്ടാ നിങ്ങള്? കണ്ട അത് പ്ലെയിനാണ്. കണ്ട അത്? അയ്യോ ഇനി 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 കാണിച്ചു തരാം. ദോ പോണ് പ്ലെയിന്. ഇറങ്ങാൻ വരുന്നതാ പോണതല്ലേ പപ്പ അത്? ദോ പോണ്. ഇറങ്ങാൻ വരുന്നേ. ടാറ്റാ. നല്ല ഉറക്കം കഴിഞ്ഞ്. അയ്യോ പോവാ പാപ്പാ. അപ്പൊ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. പപ്പ പറഞ്ഞാ പിന്നെ വേറെ അപ്പീലില്ല. അപ്പൊ ഗൈസ് എന്റെ ഫോണിലെ ചാർജും തീർന്ന് ഞങ്ങൾ വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചു പോവാനായി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. കരിഞ്ഞു പോയി അവിടെ വെയിലത്ത് കിടന്നിട്ട്. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ വരും. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇനി എന്ന് നമ്മൾ പോകും പപ്പ ഇതുപോലെ? ഇനി എന്ന് പോകും പപ്പ? എല്ലാത്തിനെയും വിളിച്ചാ വരൂലല്ലോ. ഒന്നിനെ വിളിക്കുമെങ്കിൽ ഒന്ന് വരൂല. ഒന്നിനെ പപ്പ ഉറപ്പാണല്ലേ? പപ്പ ഉറപ്പാണല്ലേ? ഓക്കെ അപ്പൊ അത്രേ കൊള്ളു. ടാറ്റാ ബൈ ബൈ.